DMKയ്ക്ക് നാണക്കേടായി. DMK MLAയുടെ മകൻ്റെ വീട്ടിലെ ജോലിക്കാരിയുടെ ക്രൂര പീഡന വിവരം പുറത്ത്. ഇരയായ സംഭവത്തിൻ്റെ വീഡിയോയും പുറത്തുവിട്ടു. അതിക്രൂര പീഡനമാണ് പെൺകുട്ടി നേരിട്ട് എന്ന് തെളിയിക്കുന്നതാണ് വീഡിയോ. കഴിഞ്ഞ 7 മാസമായി രാത്രി 12 മണിവരെ ജോലി ചെയ്തിട്ടും ശമ്പളം നൽകിയില്ലെന്നും യോനിയിൽ മുളകുപൊടി കലർത്തിയ വെള്ളം തളിക്കുകയും മുളകുപൊടി കലക്കിയ വെള്ളം കുടിപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതി. സിഗരറ്റ് കത്തിച്ച് ദേഹത്തെല്ലാം പൊള്ളലേൽപ്പിക്കുകയും യോനിയിൽ പൊള്ളലേൽപ്പിക്കുകയും ചെയ്തു എന്ന് പെൺകുട്ടി വീഡിയോയിൽ വ്യക്തമാക്കുന്നു. ചെന്നൈ പല്ലാവാരം നിയമസഭാ അംഗം ഐ കരുണാനിധിയുടെ മകൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന 18 വയസ്സുള്ള ദളിത് പെൺകുട്ടിയെ മകൻ ആൻറ്റോ മണിവണ്ണൻ, മരുമകൾ മെർലിന എന്നിവർ ചേർന്ന് ക്രൂരമായി പീഡിപ്പിച്ചു എന്നാണ് പരാതി. പരിക്കേറ്റ കള്ളിക്കുരിശി ജില്ലയിലെ ഉളിനൂർപോട്ട് സ്വദേശിനി രേഖ കഴിഞ്ഞ ഒരാഴ്ചയായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. സംഭവത്തിൽ നീലാങ്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേസിൽ പോലീസ് സ്വീകരിച്ച നടപടികളെപ്പറ്റി വിശദമായ റിപ്പോർട്ട് നൽകാൻ ദേശീയ വനിതാ കമ്മീഷനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവം പുറത്തു പറയരുതെന്ന് ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിലുണ്ട്. പൊങ്കലിനായി വീട്ടിലെത്തിയപ്പോഴായിരുന്നു പെൺകുട്ടി നേരിട്ടിരുന്ന പീഡനം പുറത്തറിഞ്ഞത്. രേഖയുടെ മാതാവ് ചെന്നൈയിലെ ഒരു വീട്ടിൽ വീട്ടുജോലി ചെയ്യുകയായിരുന്നു. 12ാം ക്ലാസ് പൂർത്തിയാക്കിയ രേഖ 7 മാസം മുമ്പാണ് ചെന്നൈ തിരുവാൻമാർ മയൂരിലുള്ള ആൻറ്റോയുടെ വീട്ടിൽ ജോലിക്ക് എത്തിയത്. അവിടെ ശമ്പളം കൊടുക്കുന്നില്ലായിരുന്നു. മാത്രമല്ല, പെൺകുട്ടിക്ക് മേൽ ആൻറ്റോയും ആൻറ്റോയുടെ ഭാര്യയും ചേർന്ന് ക്രൂരമായ പീഡനമാണ് നടത്തിയത്. യോനിയിൽ മുളകുപൊടി തളിച്ച വെള്ളം ഒഴിച്ചു. സിഗരറ്റ് കൊണ്ട് യോനി പീഡിപ്പിച്ചു. അത്ര ക്രൂരമായ പീഡനമാണ് പെൺകുട്ടി ഏറ്റെടുത്തത്. പെൺകുട്ടി ഈ പീഡനം തുറന്നു പറഞ്ഞതോടുകൂടി DMK സർക്കാർ ഈ കേസിൽ ഇടപെട്ടിരിക്കുകയാണ്. സ്റ്റാലിൻ നേരിട്ട് പരാതി സ്വീകരിച്ചു കഴിഞ്ഞു. ഇങ്ങനെയുള്ള പരാതികൾ തമിഴ്നാട് സംസ്കാരത്തെ ബാധിക്കുന്നതായും ഇങ്ങനെയുള്ള ചെയ്തികൾ തമിഴ്നാട് സംസ്കാരത്തിന് നിരക്കാത്തതായും സ്റ്റാലിൻ പറഞ്ഞു. പെൺകുട്ടിയുടെ പീഡനം ഇപ്പോൾ ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു. തൻ്റെ യോനിയിൽ മുളകുപൊടി തളിച്ച വെള്ളം ഒഴിച്ചു. തൻ്റെ യോനിയിൽ സിഗരറ്റ് കത്തിച്ച് കുത്തിച്ചു. ഇതൊക്കെയാണ് പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത്. ഈ തുറന്നു പറച്ചിൽ DMKയ്ക്ക് വലിയ ക്ഷീണമായി മാറിയിരിക്കുകയാണ്. സ്റ്റാലിൻ കൃത്യമായി ഇതിന് മറുപടി നൽകിയിരിക്കുന്നു. സ്റ്റാലിൻ പറയുന്നു, അങ്ങനെ ഒരു സംഭവം നടന്നെങ്കിൽ കൃത്യമായി നടപടിയെടുക്കും, MLAയെ അയോഗ്യനാക്കും. മാത്രമല്ല, പ്രതികൾക്കെതിരെ ശക്തമായി കേസെടുക്കും. സ്റ്റാലിൻ ഞൊടിയിടയിലാണ് ഈ പെൺകുട്ടിയുടെ പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലിക്കാരികളായ പെൺകുട്ടികൾ പീഡനത്തിൽ ഏർപ്പെടാറുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി കൃത്യമായി അത് വിളിച്ച് പറഞ്ഞിരിക്കുന്നു. ആ പറച്ചിൽ ഇന്ത്യ ഒട്ടാകെ ചർച്ചാ വിഷയം ആയിരിക്കുന്നു. DMK സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണെന്ന് സ്റ്റാലിൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൽ DMK MLAയുടെ വീട്ടിൽ തന്നെ സ്ത്രീ ശാക്തീകരണത്തെ തകിടം മറിക്കുന്ന സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുന്നു. ഈ അരങ്ങേറ്റം വലിയ വിവാദമായി മാറിയിരിക്കുന്നു. എന്തായാലും DMK ശക്തമായി ഈ സംഭവത്തിൽ ഇടപെട്ടു. ഈ സംഭവത്തിൽ ഇടപെടുക മാത്രമല്ല, ഇത് ചെയ്ത DMK MLAയ്ക്കെതിരെ കേസെടുക്കാൻ സ്റ്റാലിൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു.